ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് RJ ലച്ചു ആണ്. ആൽബങ്ങളുടെ റാണി എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന RJ ലച്ചു. ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോക്ക് വരാൻ ഒരു കാരണമുണ്ട്. രേണുസുതി എന്നും വിവാദങ്ങളുമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഇന്നിതാ പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്താണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? അധികം ആൾക്കാരെ വെച്ച് ഗ്രൂപ്പ് അറ്റാക്ക് നടത്തുക മാത്രമല്ല സൈബർ ക്രൈമാണ് ഈ സ്ത്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ബാധിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇപ്പൊ കുറച്ച് ഭാഗം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു. ഷൂട്ടിന് 28-29 ടേക്ക് ഉള്ളത് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരും, നമ്മൾ കാണിച്ചു കൊടുക്കാം. നമ്മൾ കാണിച്ചാൽ പോലെ നമ്മൾ വീട്ടിൽ കിണർ വിളിക്കാൻ ഒരാൾ വിളിച്ചു എത്തി കഴിഞ്ഞാൽ അയാൾ വൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു പറയും. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഒരാൾ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരും എന്ന് പറയും. ആരെങ്കിലും പറയും പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ലാതെ പഠിക്കാനുള്ള മോളത്തോട് കൂടി നിൽക്കണം. അത് ഈ വന്ന 7 യൂട്യൂബേഴ്സിന്റെ ഒപ്പം പോയി നല്ല രീതിയിൽ അടിച്ച് പീമ്പിരിയായി വന്ന് ആ പറയുന്ന വർക്ക് സൈറ്റ്, അത് അവരുടെ വർക്ക് സൈറ്റ് ആണല്ലോ, അവിടെ നശകൊശയാക്കി നിലവിളിച്ച് ചീത്ത പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കല്ല് വാങ്ങണമെന്ന് പറഞ്ഞു, കുടിക്കാൻ, അതായത് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂർണ്ണമായും മദ്യത്തിനും ഈ പറയുന്ന പുകവലിക്കും അഡിക്റ്റഡ് ആയ ഒരു സ്ത്രീയാണ് അത്. ഈ മനുഷ്യന്റെ ചാനൽ, എന്റെ പേര് ലയനം എന്നാണ്. നിങ്ങൾ ലയനം മ്യൂസിക് മീഡിയ എന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്ത് വരും. അദ്ദേഹത്തിന്റെ ആ ഒരു ചാനലിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അതിനകത്ത് അദ്ദേഹം ആദ്യം ചെയ്തിരിക്കുന്നതാണ് കുണുങ്ങി എന്നുള്ളത്. അത് ഇവളെ കൊണ്ട് ആദ്യം മുതല കേട്ടോ. ഇവളുടെ ആദ്യത്തെ ഒരു ടെലിഫിലിം അല്ലെങ്കിൽ ആ ഒരു ഇത് മ്യൂസിക്കൽ ആൽബം ഇദ്ദേഹമാണ് ചെയ്തു കൊടുത്തത്. ഇദ്ദേഹത്തിന്റെ പാഷനാണ്. ഇദ്ദേഹത്തിന്റെ വൈഫ് കൂടെ ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്രയധികം വൾഗാരിറ്റി അവിടെ കിടന്ന് കാണിക്കുകയും ബഹളം വെക്കുകയും വാങ്ങിയ പൈസയ്ക്ക് ജോലി ചെയ്യാതെ ഈ ഗുണ്ടായിസ ടീമുകളെയും കൊണ്ടുവന്ന് അവിടെ കിടന്ന് ഈ ആറും മാണിത്തരം അത്രയും കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. വീഡിയോ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. ഈ പറയുന്ന രേണുസുതിയെ ഈ ആൽബം ഫീഡിലായിട്ട് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ബിബിൻ എന്ന് പറയുന്ന ആളാണോ, അതും കുണുങ്ങി എന്ന് പറയുന്ന ഒരു ആൽബത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്? അല്ലല്ല, ഈ പറയുന്ന രേണു ചേച്ചി ഫസ്റ്റ് ആൽബം ഫീൽഡിലേക്ക് വരുന്നത് ജിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഇതിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എല്ലാ ഡയറക്ടേഴ്സും രേണു ചേച്ചിനെ വർക്കിലേക്ക് വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഈ നിൽക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് വയനാടിൽ വെച്ച് നടന്ന സംഭവം എനിക്ക് തോന്നുന്നു. വയനാട് മുക്കോ അങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഈ പ്രശ്നം ഈ പറയുന്ന ലച്ചു നേരത്തെ അറിഞ്ഞിരുന്നു? അന്ന് നൈറ്റ് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞാണ്. അതിനകത്ത് ഇപ്പൊ ഇവര് പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത്. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ബിബിൻ ലാൽ എന്ന് പറഞ്ഞ ആ ഡയറക്ടർ എന്ന ആ ആള് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു പരിപാടി അവിടെ ചെയ്തിട്ടില്ല. അന്ന് ഈ വർക്കിന്റെ അന്ന് വിളിച്ച് അവിടെ ചെന്നു. ഷൂട്ടിന്റെ അന്ന് ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്, രേണു ചേച്ചിയുടെ പുക്കിളിൽ ഒരു സ്ട്രോബെറി വെക്കും. ആ സ്ട്രോബെറി ഈ പുള്ളിയാണ് നായകൻ, ഈ ഡയറക്ടറാണ് നായകൻ, അത് പുള്ളിക്കാരൻ കടിച്ചെടുക്കണം. ആ ഒരു സീന്. അതുപോലെ തന്നെ വെള്ളത്തില് പൂളില് വെച്ച് ലിപ് ലോക്ക് നടത്തണം. അതൊക്കെ ഈ ഡയറക്ടർ ബിബിൻ ലാൽ പറഞ്ഞ കേസാണ്. അതില് ചേച്ചി അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കോസ്റ്റ്യൂം, ദേഹത്ത് തുണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ ശരീരമൊക്കെ കാലെടുത്ത് പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരുടെ പ്രൈവറ്റ് പാർട്ട് കാണുന്ന രീതിയിലുള്ള മോശമായ വൾഗറായ രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് ഈ പറഞ്ഞ ഡയറക്ടർ ചേച്ചിക്ക് കൊടുത്തു. അതിന് അവര് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിന് മുപ്പാടും ഇപ്പൊ ലച്ചുവിന്റെ ആൽബത്തിൽ തന്നെയാണ് ദാസൻ ചേട്ടനായിട്ടുള്ള സീനുകളൊക്കെ അങ്ങനെ വന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിൽ അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് അവര് പറയുന്നത്. ലച്ചുവിന്റെ ആൽബത്തിൽ വന്നെന്ന് പറയുമ്പോൾ ലച്ചു പേഴ്സണൽ ആയിട്ടൊരു മുറി കയറ്റിയല്ല ഈ വിഷ്വൽ ഒന്നും എടുക്കുന്നത്. പബ്ലിക് അത്രയും ആൾക്കാർ, മീഡിയാസ്, ഞങ്ങളുടെ കുടുംബം, സകലമാന ആൾക്കാരും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഫുൾ അവിടെ ഇരിക്കുക ചെയ്താണ് ഈ സീൻ അവിടെ എടുക്കുന്നത്. അതുപോലെ ഇതുപോലെ ഈ പറഞ്ഞ സീനുകളൊന്നും നമ്മുടെ ആൽബത്തിനകത്ത് എടുത്തിട്ടില്ല. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ രേണുസുതി ശരിക്കും പേടിച്ചു. കാരണം ഇവരെ തല്ലും എന്നുള്ള കണ്ടീഷനായിട്ട് ഒരു കാര്യങ്ങൾ പോയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെ, അവരുടെ അടുത്ത് ക്രൂരമായിട്ട് ചെന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഒരു റൂമില് ഈ പറഞ്ഞ ബിബിൻ ലാൽ എന്ന് പറഞ്ഞ ആളുടെ വൈഫ് അടക്കം ഉണ്ടായിരുന്നു. വൈഫാണ് കൂടുതലായിട്ട് ഇത് രേണു ഇത് ചെയ്യേ ഞങ്ങൾ പേയ്മെന്റ് തന്നല്ലേ എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്ത്. അവര് ഒരു സ്ത്രീയല്ലേ, രേണു ഒരു സ്ത്രീയല്ലേ, ഈ പറഞ്ഞ ബിബിൻ ലാലിന്റെ വൈഫ് ഒരു സ്ത്രീയല്ലേ, അപ്പൊ അവരെന്തുകൊണ്ട് ഇതിന് നിർബന്ധിച്ചു? ഇത് വേറെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ രേണുസുദീനെ ഇതിൽ പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തിയ ഒരു ഡ്രാമയാണോ ഇതെന്നതിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചേച്ചി വിദേശത്ത് പോയ സമയത്ത് തന്നെ അവിടെ വെച്ച് ഇപ്പൊ ഈ കിച്ചുവിന്റെ പ്രശ്നം ഉണ്ടായി. കിച്ചുവിന്റെ പ്രശ്നത്തിനെയും ചേച്ചി അതും അതിജീവിച്ചു വന്നു. അപ്പൊ എങ്ങനെ ഇവിടെ തകർക്കാം എന്നുള്ളതായിരിക്കാം. അല്ല, ഈ പറയുന്ന ഇപ്പൊ ഈ വീഡിയോ എടുത്ത സ്ത്രീയും ഈ രേണുസുധിയുടെ പുറകെ ഫുൾ ടൈം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിബിൻ ലാൽ ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അവരെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഇവർ പെടുത്താൻ നോക്കിയതാണോ? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആയിരിക്കാം. കാരണം എന്താ പറയാ, ചേച്ചി ഇപ്പം വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. എത്രയാണെ പോലും കൊല്ലം സുധിയുടെ വൈഫാണ് ഈ പറഞ്ഞ രേണു ചേച്ചി
അപ്പം പുള്ളിക്കാരിനെ തകർക്കാനായിരിക്കും ആൾക്കാർ നടക്കുന്നത്. അപ്പം അതിലൊന്നും തകരത്തില്ലെന്ന് പറഞ്ഞാൽ രേണു ചേച്ചി നടപ്പുണ്ട്. പിന്നെ ഇവര് ഈ പറയുന്ന എന്താണെന്നുള്ള എന്ത് യുക്തിയുള്ള കാര്യമാണ് ഇവരിപ്പോ ഈ എടുത്ത് ഇറക്കി വിടുന്നത് എന്നുള്ള നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ പറയുന്ന വേറൊരു ആരോപണം എന്ന് പറയുന്നത് മൊത്തം ആരോപണമാണ്, എന്നാലും പറയുന്നത് ഈ പറയുന്ന ലച്ചുവിന്റെ ആൽബം ഉൾപ്പെടെ നിങ്ങളുടെ ആൽബത്തിലൊക്കെ ഈ പറയുന്ന സിഗരറ്റ്, മദ്യം ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഇവരെയൊക്കെ നിങ്ങൾ ആൽബത്തിലൊക്കെ പഠിക്കുന്നത്? ഒരിക്കലും അല്ല. തലേന്ന് നൈറ്റ് അവിടെ വന്നു, തലേന്ന് നൈറ്റ് വന്ന് വീട്ടിൽ സ്റ്റേ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ആർട്ടിസ്റ്റുകൾക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ സ്ക്രിപ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഷൂട്ട് ചെയ്യുകയും ചെയ്തത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് ഇവിടെ പിടിക്കുക അവിടെ പിടിക്കുന്നു പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടുന്ന ഒരു സാധനമുണ്ട്, അത് ആർട്ടിസ്റ്റുകൾക്ക് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയും. അവരുടെ ഇച്ചിരി നല്ല വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയും. അല്ലാതെ അവർക്ക് സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിനാണ് നമ്മൾ ഷൂട്ട് നടത്തുന്നത്. ഇപ്പൊ ഈ ഫീൽഡിൽ തന്നെയാണേലും നമുക്കറിയാം, നമ്മളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇന്ന സീൻ ചെയ്യണം എന്ന് പറയാം, നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ സീൻ എടുക്കേണ്ടതായ കാര്യമുള്ളൂ. സ്വാഭാവികം. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മന്ദാരച്ചല്ല കള്ളിപ്പെണ്ണും കള്ളുകുപ്പി എന്ന ആൽബത്തില് ഒരു അവസാന ക്ലൈമാക്സ് ചെയ്യേണ്ട ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ അവർക്ക് ആ സീൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞു, ആ സീനിൽ നിന്ന് അവരെ മാറ്റി. അത് സ്വാഭാവികം. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്ക് പിടിച്ച് ഇത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം എന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല. എത്ര ഡയറക്ടേഴ്സ് ആണ് എപ്പോഴും. ഇപ്പം ഈ പറയുന്നതൊക്കെ വയനാട്ടിലെ പ്രശ്നമാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് രേണുസുതി ഇത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാണ്ടിരുന്നത്? സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് സംശയം തോന്നുന്നില്ലേ? അറിയിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു നാണക്കേട് ഉണ്ടാവണ്ട എന്നോർത്ത് മാത്രമാണ്. കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് രേണു ചേച്ചി ദാസേണ്ണും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അന്ന സമയം കുണുങ്ങി കുണുങ്ങി എന്ന ആൽബത്തില് അഭിനയിച്ച സമയത്ത് അവരും ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് തന്നെയാണ്. ഇന്നലെയും ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനി ഇപ്പൊ സോഷ്യൽ മീഡിയ അറിയിക്കണ്ട എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട്. ഇതിന്റെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ? തീർച്ചയായിട്ടും തെളിവുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്താണ് അടുത്ത പരിപാടി, അല്ലെ ഈ രേണു ചേച്ചിയുടെ അടുത്ത പരിപാടി എന്താണ്? ഇത് ഹരാസ്മെന്റ് തുടർച്ചയായി ഇങ്ങനെ വരുവാണെന്നിട്ട് അവർ കംപ്ലൈന്റ് കൊടുക്കും. ഇത് കേസോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകും. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസോടെ മുമ്പോട്ട് പോകാം. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കാരണം എന്താ വെച്ചാൽ മറ്റേ വർക്ക് ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു ഇവര് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. മറ്റേ എന്നാ ഇതുവായിരുന്നു, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾ കുറെ വർക്ക് ഇറക്കാൻ വേണ്ടി നിന്ന സമയത്ത് പിന്നെ അവരെന്തേലും പറയട്ടെ. പറയണതല്ലോ, ഒരു വ്യക്തിയെ നിങ്ങൾ ഇനി ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോ എടുത്ത സ്ത്രീ, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവര് ഈ പറയുന്ന രേണുസുതിയുടെ പുറകെയാണ് ഫുൾ ടൈം. അതെ, ഫുൾ ടൈം. കാരണം ഉറങ്ങാതെ പോലും നടക്കാൻ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ നമ്മുടെ രേണുസുതിയുടെ വീട്ടിൽ പോയ സമയത്ത് രേണുസുതിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന വ്യക്തി ഈ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് ഈ പറയുന്ന ഈ സ്ത്രീക്ക് ഈ പറയുന്ന രേണു ചേച്ചിയുടെ എന്തോ വൈരാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ പുറകെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുമായിരിക്കും, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും രേണു ചേച്ചി കേസുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ലച്ചു പറയുന്നത്. കാരണം രേണു ചേച്ചി പോകണമെന്ന് വെച്ചാൽ രേണു ചേച്ചി ഒരു സ്ത്രീയാണ്. അവരിപ്പോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അവരെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു നീക്കം ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെങ്കിൽ രേണു ചേച്ചിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട്. അവര് തന്നെ സപ്പോർട്ട് കൊടുത്താണ് ചേച്ചി ഇപ്പോഴും പോകുന്നത്. ചേച്ചി ഇത്രയും മോശക്കാരിയാണ്. ഇന്നും ഒരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷനും കണ്ടുണ്ടായിരുന്നു. അതുപോലെ വർക്കുകൾ ഇഷ്ടംപോലെ രേണു ചേച്ചിക്കുണ്ട്. അങ്ങനെ മോശക്കാരിയായിട്ട് സ്ത്രീക്ക് ഇങ്ങനെ വർക്കുകൾ കിട്ടുമോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കണ്ടേ. ഇപ്പൊ അവർക്ക് മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള സമയമാണ്. തീർച്ചയായിട്ടും. കാരണം രേണു ചേച്ചി ഫസ്റ്റ് ഒക്കെ പേയ്മെന്റ് ചെറിയ പേയ്മെന്റിലാണ് ആദ്യം തുടക്കം വന്നിരുന്നത്. ഇപ്പൊ ഒരു ഇൻസ്റ്റ വെരിഫൈ ചെയ്ത ഒരാളാണ് രേണു ചേച്ചി. അതുപോലെ തന്നെ 14 CR ഉണ്ട് അവരുടെ ഒരു വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. 14 കോടി ആൾക്കാർ രേണു ചേച്ചിനെ 30 ദിവസം കൊണ്ട് വ്യൂ ചെയ്തേക്കുന്നതാണ്. 14 കോടി പ്രേക്ഷകരെ. ഏകദേശം കേരളത്തിലും കണ്ട 3 കോടി അത്രയും കണ്ടൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ 14 കോടി വ്യൂ ചെയ്യുന്ന ഒരാള് അവരുടെ ഫുൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ രേണു ചേച്ചി ചെയ്യുന്നതിനപ്പുറവും വൃത്തികെട്ട രീതിയിൽ ഏറ്റവും വൾഗറായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാര് ഇവിടെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഈ രേണുസുദിനെ വെച്ച് 2 ആൽബം ചെയ്ത ലച്ചു, അപ്പൊ ഇതിനകത്ത് ആ പുള്ളി പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ചില ഷോട്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 25 പ്രാവശ്യം ടേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽബം 2 ദിവസം കൊണ്ട് തീരത്തില്ലല്ലോ. 25 തവണ റീടേക്ക് എടുത്ത് ആൽബം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആൽബം എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യും? ഞാൻ പറയാം, രേണു ചേച്ചിക്ക് അടുത്ത് ഞാനിപ്പോ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രേണു ചേച്ചിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ 2-3 തവണ 3 ടേക്കിൽ ഈ സാധനം ഓക്കെയാണ്. ആ 3 ടേക്ക് എടുക്കുന്ന ഏതാണ് ഏറ്റവും നല്ല ടേക്ക് അതാണ് നമ്മൾ ഇടുന്നത്. ഈ പറഞ്ഞ പോലെ 27 ടേക്ക് ഒക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ആൽബം എന്ന് തീർക്കും? അതെ, ശരിയാ, എന്ന് തീർക്കും. അത് 2 ദിവസമാണ്. അതുപോലെ അന്ന് ഷൂട്ട് തുടങ്ങിയേക്കണെങ്ങാണ്ട് 11 മണിക്കാണ്. ചേച്ചി പുലർച്ചെ അവിടെ ചെല്ലുന്നു, 11 മണിക്കാണ് ഷൂട്ട് തുടങ്ങുന്നത്.
11 മണിക്ക് ഷൂട്ട് തുടങ്ങി പിറ്റേന്ന് ഷൂട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായേക്കുന്നത്. പിന്നെ ഇപ്പം ജിന്ന് ആയിക്കോട്ടെ, ഇപ്പൊ ഞാനായിക്കോട്ടെ, ചേച്ചിനെ വർക്കിന് വിളിച്ചു, ചേച്ചിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ചേച്ചി ഓക്കെ ആണെന്ന് അറിഞ്ഞ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ അഭിനയിക്കാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ ലച്ചുവിന്റെ മനസ്സിൽ കാണുമല്ലോ ഒരു ഇന്ന സംഭവം അഭിനയിച്ച് കാണിക്കണം എന്നുള്ളത്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ലച്ചു അവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും? ഒരിക്കലും ഇല്ല. കാരണം ആർട്ടിസ്റ്റ് അല്ലേ അവര്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ രേണു ചേച്ചി ഒരു നാടകത്തിൽ പൊക്കോണ്ടിരുന്ന ആളാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനായിക്കോട്ടെ, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന പോലെ എന്റെ കഴിവുകളുണ്ട്, ഞാൻ അഭിനയിക്കുന്ന രീതികളുണ്ട്. അതുപോലെ എല്ലാവരും അഭിനയിക്കണമെന്നില്ല. അതുപോലെ നയൻതാര അഭിനയിക്കുന്ന പോലെ രേണു ചേച്ചി അഭിനയിക്കണമെന്നില്ല. അല്ലെ? രേണു ചേച്ചിയുടെ കഴിവിന്റെ വെച്ച് രേണു ചേച്ചി അഭിനയിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആൽബം ഒക്കെ എടുത്തു കഴിയുമ്പോൾ അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കിസ്മത്ത് വിഷൻ യൂട്യൂബ് ചാനലും പിന്നെ മലബാർ പെട്ടിക്കട അങ്ങനെയുള്ള ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജിന്ന് ഇവർക്ക് ആൽബം ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇവരാരും ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് രേണു സുധിയെ സെലക്ട് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അവരിലെ ഇപ്പൊ ഞാനായിക്കോട്ടെ, ജിന്നേട്ടൻ ആയിക്കോട്ടെ, അതുപോലെ കിസ്മത്ത് വിഷൻ അൻവർക്ക് ആയിക്കോട്ടെ, ഷാഹിദ് പുത്തനത്താണി, മലബാർ പെട്ടിക്കട, ഇവരൊന്നും ആയിക്കോട്ടെ, ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല. കാരണം മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം നടക്കും? ഇല്ല. അപ്പൊ രേണു ചേച്ചിനെ വെച്ച് ചെയ്യുന്ന വർക്ക് അടിപൊളിയാണ്. രേണു ചേച്ചി നല്ല രീതിയിൽ നമുക്ക് വർക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രേണു ചേച്ചിനെ സെലക്ട് ആക്കും. അത്രമാത്രം. എന്തായാലും രേണു ചേച്ചി ഇതുമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ എന്നാണ് ലച്ചു പറയുന്നത്. കാരണം കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് രേണു ചേച്ചി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുമായിട്ട് പോകണ്ടേ? ഒരു സ്ത്രീയല്ലേ രേണു ചേച്ചി? ഒന്നുമില്ലൊരു സുധിച്ചേട്ടന്റെ വൈഫല്ലേ? ഇപ്പൊ ഒരാള് സുധിച്ചേട്ടൻ മരിച്ചു, ശരി. പക്ഷെങ്കിൽ രേണു ചേച്ചി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി ഇപ്പൊ ഈ വർക്കിന്റെ കേസിലായിക്കോട്ടെ, അവർക്ക് അറിയാവുന്ന കഴിവുകൾ അനുസരിച്ച് ചെയ്തു. നേരെ തിരിച്ച് രേണു ചേച്ചി വേറെ വല്ല പരിപാടിയാ ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുമായിരുന്നോ? ഇല്ല. സുധിയുടെ വൈഫായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു? ഇല്ലായിരുന്നു. അപ്പം രേണു ചേച്ചിക്ക് അറിയാവുന്ന വർക്കല്ലേ രേണു ചേച്ചിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ജനങ്ങളോടൊക്കെ പറയാൻ ചോദിക്കാൻ എനിക്കൊരു അവസരം കിട്ടി, പറയാൻ ലച്ചുവിനൊരു അവസരം കിട്ടി. അപ്പം ഇതിന്റെ സത്യാവസ്ഥ ഇതൊക്കെയാണ്. ഈ പറയുന്ന സ്ത്രീ, ഈ വീഡിയോ ഇടുന്ന സ്ത്രീ എന്തിനാണ് ഈ രേണു സുധിയുടെ പുറകെ നടന്ന് അവരെ ഇങ്ങനെ എന്താണ് പറയുന്നത്, ഈ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ലച്ചുവിനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും കണ്ടു നിൽക്കണം, നിങ്ങൾക്കും അറിയത്തില്ല. അതാണ് സത്യാവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആയിക്കോട്ടെ, ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഈ രേണു ചേച്ചി പോകുന്നിടത്തല്ല എന്തിനു പോകുന്നു? ഞാൻ പോകുന്നുണ്ടോ? അല്ലെ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ? എന്താവശ്യം? രേണു ചേച്ചിയുടെ ഇഷ്ടമല്ലേ? അവർക്ക് ഈ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രേണു ചേച്ചി ആദ്യം ചെയ്ത വർക്കുകളിലൊക്കെ ചെറിയ ചെറിയ പേയ്മെന്റുകളായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ മാർക്കറ്റിംഗ് വാല്യൂ രേണു ചേച്ചിക്കുണ്ട്. പല പല സ്ഥലങ്ങളിൽ ഇനോഗ്രേഷന് പോകുന്നു. അപ്പൊ സ്വാഭാവികം പേയ്മെന്റ് കൂടത്തില്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് രേണു ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റിയായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട്. എന്നാ അറിയോ, ഈ പ്രശ്നം നടന്നപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതായിരുന്നു. അതേ പക്ഷേ രേണു ചേച്ചിയുടെ നന്മ, ഒരു മനസ്സിന്റെ നന്മ കൊണ്ടായിരിക്കാം, കൂടുതലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കണക്കൂട്ടിയോണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. രേണു ചേച്ചി ഈ ഒരു കേസ് ഇങ്ങനെ ഉണ്ടായ സമയത്ത് കേസ് കൊടുക്കായിരുന്നു. ഇതൊരു വലിയ പ്രശ്നം ആക്കണ്ട, അവർക്ക് വേറൊരു പ്രശ്നം ആവണ്ട എന്നോർത്താണ് ചേച്ചി കൊടുക്കായിരുന്നത്. ചേച്ചിക്ക് തന്നെ പണിയായി. അതിപ്പോ ചേച്ചിക്ക് തന്നെ പണിയായി. കാരണം അതില് ഇവരിപ്പോ പറയുന്ന പോലുള്ള സത്യാവസ്ഥയല്ല ഒരു ഡയറക്ടേഴ്സും, അതായത് ഫിലിമില് പോലും ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അവര് ഏപ്പടാണ് ഉദ്ദേശിച്ചത്. അവര് സത്യം പറഞ്ഞാൽ നമ്മുടെ മന്ദാരച്ചേനും കള്ളിക്കൊണ്ടും ഏപ്പടാന്ന് അവര് പറഞ്ഞു. പക്ഷെ അവരൊരു ഏപ്പടാണ് ഉദ്ദേശിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾ ഏപ്പടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് രേണു ചേച്ചി സമ്മതിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതാണ് രേണു ചേച്ചി ചെയ്ത് തെറ്റ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനൊരു ആൽബം അവർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ രേണു ചേച്ചി ഇതോടുകൂടി അവസാനിച്ചില്ല. ആ ഒരു രേണു ചേച്ചി എന്ന ഭാഗം ഇവിടെ അവസാനിച്ചു. ഇതിന് ഒരുപാട് പേരുടെ തലകളുണ്ട്. ഈ രേണു ചേച്ചിനെ പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തലപൊകഞ്ഞ് ആലോചിച്ചെടുത്ത സ്ക്രിപ്റ്റാണിത്. അതിനകത്തൊക്കെ രേണു ചേച്ചി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി. അതുകൂടെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുണ്ടകൾ, 5-6 ഗുണ്ടകളുണ്ട്. ശരിക്കും പറയും മീഡിയാസ് ആണ് ഒരു ഗുണ്ടകളെന്ന് ഉദ്ദേശിച്ചത്. മീഡിയാസിനെ, കാരണം നമ്മുടെ വർക്കിനകത്തൊക്കെ ഈ മീഡിയാസ് ഉണ്ടായിരുന്നു. ഈ മീഡിയാസ് ഈ പറഞ്ഞ പോലെ ഗുണ്ടകളൊന്നും അല്ല കേട്ടോ. കാരണം ഒരാൾക്ക് ഒരു അപകടം വരുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികം ആ അപകടത്തിൽ നിന്ന് അവരെ കൂടുതലായിട്ടും അടുത്തറിയുന്ന ആൾക്കാരാണ് ഈ മീഡിയാസ്. ഇത്രയും വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്ന ആളല്ലേ രേണു ചേച്ചി. അപ്പൊ അവർക്കൊരു അപകടം വരുന്നു എന്ന് കണ്ടു, അവരെ രക്ഷിക്കാൻ അവിടുന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി. അതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെന്നൊന്നും പറയാനില്ല. ഇപ്പൊ എനിക്കൊരു അപകടം വരുവാ, എന്റെ കൂടെ നിൽക്കുന്നവരല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതില് ഗുണ്ടകളാണ്. എന്തായാലും വിവാദങ്ങൾ തീ കൊളുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പൊ വിവാദം വലിയൊരു പ്രശ്നം, ഏപ്പടം വലിയൊരു പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ലച്ചു എന്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പറ്റി. അതാണ് സത്യാവസ്ഥ.
അപ്പം എല്ലാവർക്കും ബൈ.